ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാങ്കിൽ പോയ സമയത്ത് എനിക്ക് ബാങ്കിൽ നിന്ന് വളരെ മോശം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതാണ് അപ്പം ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പോളയത്തോടുള്ള ഇന്ത്യൻ ബാങ്കിലാണ് കേട്ടോ. കൊല്ലം പോളയത്തോട് ഇന്ത്യൻ ബാങ്കിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു കൈൻഡ് ഓഫ് ഡെപ്പോസിറ്റിന്റെ ഒരു കാര്യം, അത് ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെല്ലുന്നതിന് തലേ ദിവസം ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് എന്തൊക്കെ പ്രൂഫാണ് കൊണ്ടുവരേണ്ടത് എന്ന് അവിടെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരെന്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു സ്ലിപ്പും പിന്നെ ആരാണോ ആ ഒരാള് അയാളും വന്നാൽ മതി, ആ ഒരു സ്ലിപ്പും കൊണ്ട് വന്നാൽ മതി എന്നാണ് അവരെന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കയറാന്ന് കരുതി. അപ്പൊ എന്റെ കയ്യിൽ ആധാർ കാർഡ് എന്താണെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബാങ്കിൽ കയറി ഈ സ്ലിപ്പ് അവർക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവരെന്റെ അടുത്ത് പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ അതിന്റെ കോപ്പി, ആധാർ അതിന്റെ കോപ്പിയും കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ആധാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു അതെങ്ങനെയാണ് പ്രൂഫ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം തരുന്നത്, ഈ രണ്ട് സംഭവങ്ങൾ മസ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ തലേ ദിവസം വിളിച്ചു ചോദിച്ചു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു സ്ലിപ്പും പിന്നെ ആരാണോ ആ ഒരു വ്യക്തി അയാളും വരണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ന ഡീറ്റെയിൽസ് ഒന്നും വേണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ആരെയാണ് വിളിച്ചത്, ഇവിടെ ആരാണ് ഫോൺ എടുത്തത്? ഞാൻ പറഞ്ഞു അവിടെ ഫോൺ എടുത്തത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ അവിടെ ആരാണ് ഫോൺ എടുത്തത്, നമ്മളടുത്ത് സംസാരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവര് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല, ഇവിടെ ആരും അങ്ങനെ പറയത്തില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്തൊക്കെയാ വേണമെന്ന്, പിന്നെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയേണ്ട ആവശ്യം എന്തുവാന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ ഫോണിൽ ഞാൻ ഇവിടെ കോൾ ചെയ്തതിന്റെ പ്രൂഫ് കിടപ്പുണ്ട്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങളുടെ പ്രൂഫ് ഒന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ച രണ്ട് സാധനങ്ങൾ ഇങ്ങോട്ട് താ, അങ്ങനാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താണെങ്കിലും ഇപ്പൊ എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ ആധാർ മാത്രമേ ഉള്ളൂ, ആധാറും ആധാറിന്റെ കോപ്പിയും ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു എനിക്ക് പിന്നെ അത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുത്തു. അവര് അതിനുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരെന്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ എനിക്ക് മുന്നേ അറിയത്തില്ല, ഇവര് ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ല, പേഴ്സണലി ഒന്നും ഒരു പ്രശ്നമില്ല, ഇവരെനിക്ക് മുന്നേ അറിയത്തുമില്ല. പിന്നെ ഞാൻ അവരുടെ ഒരു കസ്റ്റമർ ആണ്. അപ്പം ഒരു കസ്റ്റമറിന്റെ അടുത്ത് ഇവരിങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കസ്റ്റമർ ആണെന്ന് വിചാരിച്ച് ഇവര് നമ്മളെ മാഡം 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 എന്ന് വിളിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ അപ്പൊ തന്നെ സാധിച്ചു തരണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളടുത്ത് സംസാരിക്കേണ്ട ഒരു രീതി, ഇപ്പൊ എന്റെ അടുത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, ആരാണെങ്കിലും അവരടുത്ത് സംസാരിക്കേണ്ട ഒരു രീതി ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ബാങ്കിന്റെ കാര്യം മാത്രമല്ല, ഏതൊരു സ്ഥാപനമാണെങ്കിലും കസ്റ്റമറിന്റെ അടുത്ത് കുറച്ച് മാന്യമായിട്ട്, അവർക്ക് ഭയങ്കര മാന്യതയൊന്നും കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും കുറച്ചൊരു മാന്യമായ രീതിയിൽ നമ്മളടുത്ത് സംസാരിക്കാം. ഇത്രയും റൂഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു കസ്റ്റമറിന്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം എല്ലാ ബാങ്കിലെ കാര്യവും ആ ബാങ്കിലുള്ള എല്ലാ സ്റ്റാഫിന്റെ കാര്യവും അല്ല പറയുന്നത്. കാരണം എല്ലാ ബാങ്കും ഒരിക്കലും ഇങ്ങനെയല്ല, നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് തരുന്ന ഒരുപാട് ബാങ്കുകളുണ്ട്. അതേ കണക്ക് തന്നെ ഈ ബാങ്ക്, ഞാനിപ്പോ പറയുന്നത് പോളയത്തോട് ഇന്ത്യൻ ബാങ്കിനെ പറ്റിയാണ്. അതേപോലെ ഈ ബാങ്കിലുള്ള എല്ലാ സ്റ്റാഫുകളെ പറ്റിയും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു വ്യക്തിയെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ റൂഡായിട്ട് സംസാരിക്കുവാണെങ്കിൽ, നമ്മൾ പറയുന്നത് ആ ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് കൊള്ളില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പൊ ഞാനല്ല വേറൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ഇത്രയും റൂഡായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാ ഏതൊരു സ്ഥാപനം ആണെങ്കിലും കസ്റ്റമർ എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ്ഥാപനത്തെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം, ഇപ്പൊ ബാങ്ക് ആണെങ്കിലും വേറെ എന്തൊരു സ്ഥാപനം ആണെങ്കിലും കസ്റ്റമർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല.
കാരണം കസ്റ്റമർ ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ബാങ്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്, ഈ സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത്? ചിലപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ നിന്നാണ്, ഇപ്പൊ ബാങ്കിൽ നിന്ന് തന്നെ ആവണമെന്നില്ലല്ലോ, ഏതൊരു സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു മോശം എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശം എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ എന്താണ് അവിടെ അവരെ പറ്റി കംപ്ലൈന്റ് ചെയ്യാഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നിയ ഒരു കാര്യം, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ അവരെ പറ്റി അവിടെയുള്ള ആരടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ലെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവരെ പറ്റി അവിടെ കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പം ഒരു സ്റ്റാഫിന്റെയും, ഏതൊരു സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വത്തിൽ നിന്നോ ഒന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നിയത്, ഞാൻ അവരുടെ ഒരു സ്വത്തോ അല്ലെങ്കിൽ ഒരു സംഭവം ഇങ്ങനെ ചോദിച്ച് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ വേണ്ടി പോയിട്ട് എനിക്കത് തരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് എൻ്റെ അടുത്ത് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. അത്ര റൂഡായിട്ടാണ് കേട്ടോ സംസാരിച്ചത്. ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കത് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ട്. ഹേർട്ടായതിലുപരി ആ ഒരു കസ്റ്റമറിന്റെ അടുത്ത്, ആരാണെങ്കിലും ഒരു കസ്റ്റമറിന്റെ അടുത്ത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സ്റ്റാഫും ഇങ്ങനെ പെരുമാറാനായിട്ട് പാടില്ല. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒരു സ്ഥാപനം തുടർന്ന് പോവാനായിട്ട് പറ്റത്തോളം എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ വീണ്ടും പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, എല്ലാ സ്ഥാപനത്തിനെ പറ്റി, ആ സ്റ്റാഫുകളെ പറ്റിയും അല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു സ്റ്റാഫിന്റെ, ഒരു ലേഡി സ്റ്റാഫ് ആയിരുന്നു, അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ വളരെ മോശം എക്സ്പീരിയൻസ്, അത് ഞാൻ ഒന്ന് വന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ അത് പറയുന്നുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്കത് പറയാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല, അവർക്കത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കത് കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് ഷെയർ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ.